ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ഹര ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ ഭഗവാന്റെ രഥം സത്യകിയും കൂടിയുണ്ട്. ഹസ്തിനപുര പട്ടണത്തിൻ്റെ അടുത്ത് എത്തി. അവിടെ മൃഗസ്ഥല എന്നുള്ള സ്ഥലത്ത് വിശ്രമിക്കുന്നു. അടുത്ത ദിവസം കാലത്ത് നേരത്തെ തന്നെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തേര് ദാരുകൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഉടനെ ഭഗവാനും സത്യകിയും അതിൽ കയറി. സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന സമയം കൊണ്ട് തന്നെ അവർ ഹസ്തിനപുര പട്ടണ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞു. ഭീഷ്മര്, ദ്രോണര്, വിതുരൻ എല്ലാവരും പട്ടണ അതിർത്തിയിൽ ഭഗവാനെ കാത്തു നിൽക്കണമുണ്ടായിരുന്നു. അവിടെ വച്ച് ഭഗവാനെ സ്വീകരിച്ച് ഒരു ഘോഷയാത്രയായിട്ടാണ് പട്ടണത്തിലേക്ക് കൊണ്ടുപോയത്. വഴി മുഴുവൻ ആളുകൾ ഭഗവാനെ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ രാജകീയമായിട്ടാണ് ഭഗവാന്റെ രഥം മെല്ലെ മെല്ലെ നീങ്ങി. ആ രഥം നേരെ കൊണ്ടുപോയി നിർത്തിയത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അരമനയുടെ മുമ്പിലാണ്. ഉടനെ വിതുരൻ ഭഗവാനെ കൈപിടിച്ച് ഇറക്കി. കണ്ണു കാണാത്ത ധൃതരാഷ്ട്രൻ്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് മതിമറന്നു. അദ്ദേഹം ഭഗവാനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഭഗവാൻ എല്ലാവരോടും ചിരിച്ച് കുശലം പറഞ്ഞ് വന്നിച്ച് അങ്ങനെ മുമ്പോട്ട് നീങ്ങി. ദുര്യോധനൻ്റെ മാളികയിൽ താമസ സൗകര്യത്തിന് കുറവാണ്. അതുകൊണ്ട് ദുശാസനൻ്റെ മാളികയിൽ പ്രത്യേകം ഭഗവാന് വേണ്ടി താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണു. അങ്ങോട്ട് പോവാമെന്നും പറഞ്ഞ് പരിജനങ്ങൾ ദുശാസനൻ്റെ വീട്ടിലൊക്കെ വഴി കാണിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വിതുരൻ്റെ വീട്ടിലാണ് താമസിക്കണത്, രഥം അങ്ങോട്ട് പോട്ടെ. വിളിക്കാൻ തന്നെ ഭഗവാൻ എൻ്റെ ഗൃഹത്തിൽ താമസിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ വിതുരൻ്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് മതി മറന്നുപോയി. വിതുരൻ എന്താ ചെയ്യണ്ടേന്ന് കയ്യും കാലും ഓടണില്ല. പെട്ടെന്നല്ലേ ഭഗവാൻ വരണേ. ഉടനെ ഭഗവാനെ എതിരേറ്റു, ആസനം കൊടുത്തു, ശ്രീധന പാനീയങ്ങൾ കൊടുക്കണു, ബെഞ്ചാമരം വീശണു. അങ്ങനെ കുറച്ച് നേരം കുശലം പറഞ്ഞിരുന്നു ഭഗവാൻ. എന്നിട്ട് വിതുരനോട് പറഞ്ഞു, വിതുര, ഞാൻ കുന്തി ദേവി ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ വിതുരനും കൂടെ പുറപ്പെട്ടു. ഭഗവാൻ എന്തായാലും ഇങ്ങോട്ട് വരാണ്ടിരിക്കില്ല എന്നും പറഞ്ഞിട്ട് കുന്തി ദേവി അങ്ങനെ കാത്തിരിക്കുന്നതായിരുന്നു. ഭഗവാൻ കുന്തി ദേവിയുടെ ഗൃഹത്തിലെത്തി തൻ്റെ പിതൃ സഹോദരിയെ വന്ദിച്ചു. ഭഗവാനെ കണ്ടോടുകൂടി സന്തോഷം, വ്യസനം, നൈരാശ്യം ഒക്കെ കൂടിയിട്ടുള്ള ഒരു വികാരമാണ് കുന്തി ദേവി പ്രകടിപ്പിക്കേണ്ടായത്. ഓടി വന്ന് ഭഗവാനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. ഭഗവാൻ കുന്തി ദേവിയുടെ തലയിൽ വാത്സല്യപൂർവ്വം തലോടിയിട്ട് കൈ പിടിച്ച് കൊണ്ടുപോയി അടുത്ത് കണ്ട ഒരു മഞ്ചത്തിൽ ഇരുത്തി. കുന്തി ദേവിക്ക് അഭിമുഖമായിട്ടാണ്ടിരുന്നു. തൻ്റെ മക്കൾ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളെ കൂടെ കഥയൊക്കെ കുന്തി ദേവി കേട്ടഴിക്കാൻ തുടങ്ങി. എല്ലാം ഭഗവാൻ പുഞ്ചിരിയോടുകൂടി കേട്ടിരുന്നു. അവസാനം പറയാൻ, അല്ലയോ കൃഷ്ണ, വിധിയുടെ വൈപര്യത്തിൽ പൗരുഷത്തിനും അഭ്യാസത്തിനും സ്വഭാവത്തിനും എന്ത് വിലയല്ലേ. ഭഗവാനെ, എനിക്കൊരപേക്ഷയുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് വലിയ സ്വത്തും പണമൊന്നും വേണ്ട, സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു സൗകര്യം അങ്ങ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ. പെറ്റമ്മയുടെ പുത്രന്മാരെ കുറിച്ചുള്ള ദുഃഖം ഭഗവാന്റെ മനസ്സ് പോലും അലിയിച്ചു. നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് കുന്തി ദേവിയെ ഒരുവിധം സമാധാനിപ്പിച്ചു. അമ്മ ഒട്ടും വിഷമിക്കണ്ട, പാണ്ഡവരെ സർവ ഐശ്വര്യങ്ങളോട് കൂടിയിട്ട് അമ്മയ്ക്ക് കാണാൻ ഇടവരും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് പുറപ്പെട്ടു. അവിടുന്ന് നേരെ പോയത് കൗരവ ജ്യേഷ്ഠനായ ദുര്യോധനൻ്റെ അരമനയിലേക്കാണ്.
ആ സമയത്ത് മാളിക മുകളിൽ കർണൻ, ദുശാസനൻ, ശകുനി ഇങ്ങനെയുള്ള മന്ത്രിമാർ ഇവരൊക്കെ കൂടിയിട്ട് അവിടെ വലിയ ആലോചന നടക്കുകയാണ്. ഈ സമയത്താണ് ഭഗവാന്റെ വരവ്. അരമനയ്ക്ക് 3 ഗോപുരങ്ങളുണ്ട്. ഈ 3 ഗോപുരങ്ങളിലും കാവക്കാരും ഉണ്ട്. ഭഗവാൻ ഇങ്ങോട്ട് വരണ കണ്ടപ്പോൾ കാവക്കാരൊക്കെ ഒഴിഞ്ഞു മാറി. അതാണ് തലയെടുപ്പുള്ളവരെ എവിടെ കയറുമ്പോഴും കാവൽക്കാരായാലും ശരി ആരായാലും ശരി ഒന്ന് പരിഭ്രമിച്ച് മാറിക്കളയും. ഭഗവാൻ നേരെ നടന്ന് മുകളിൽ കയറി സഭ കൂടണേൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നു. ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയായി. യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ടുള്ള വരവാ. ഭടന്മാരോ ആരും വന്ന് അറിയിച്ചില്ല. പെട്ടെന്നാണ് ഭഗവാനെ കാണുന്നത്. അതിശയം കൊണ്ട് എല്ലാവരും ചാടി എണീറ്റു. നോക്കിയപ്പോൾ അവിടെ ഒരു സ്വർണ്ണ സിംഹാസനമുണ്ട്. അതിങ്ങോട്ട് വലിച്ചിട്ട് ഭഗവാനെ അതിലിരുത്തി എല്ലാവരും കൂടി ഉപചരിച്ചു. ഇത്തിരി നേരം കുശല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, അവിടുന്ന് ഇവിടത്തോളം എത്തിയതല്ലേ, എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, നമുക്ക് ഒരുമിച്ചാവാന്ന്. ഭഗവാൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ വിതുരൻ്റെ ഗൃഹത്തുനിന്ന് മാത്രമേ ആഹാരം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ശരി, ആഹാരം കഴിച്ചില്ലെങ്കിൽ വേണ്ട, അങ്ങക്ക് താമസിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ബംഗ്ലാവ് തന്നെ സജ്ജാക്കിയിരിക്കണു, എന്നാൽ അവിടെ പോയി താമസിച്ചൂടെ? ഏയ് വേണ്ട, ഞാൻ വിതുരൻ്റെ അവിടെയുള്ള സൗകര്യങ്ങളിൽ ഒതുങ്ങി കൂടിക്കോളാം. ബന്ധുവും അതിഥിയുമായിട്ടുള്ള അങ്ങ് എൻ്റെ ആതിഥ്യ മര്യാദ സ്വീകരിക്കാത്തതിൽ എനിക്ക് വലിയ കുണ്ഠിതമുണ്ട് എന്നായി ദുര്യോധനൻ. ദുര്യോധനൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ അങ്ങയുടെ ബന്ധു തന്നെയാണ്, ഇപ്പോട്ടൊരു അതിഥിയുമാണ്. പക്ഷേ ഞാനിപ്പോൾ പാണ്ഡവരുടെ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. ദൂത് വന്ന കാര്യങ്ങൾ ശരിയാവണ്ണം നടന്ന് മനസ്സ് നിറഞ്ഞാലേ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് ദുര്യോധന, ഞാൻ വീണ്ടും ഇവിടെ വരാം, ഈ ആതിഥേയത്വം ഒക്കെ സ്വീകരിച്ചോളാം, അങ്ങയുടെ അതിഥി മര്യാദയ്ക്ക് 1000 നന്ദി എന്നും പറഞ്ഞു. എന്നും പറഞ്ഞ് ഭഗവാൻ എഴുന്നേറ്റ് വിതുരൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. വിതുരൻ്റെ ഗൃഹത്തിലെത്തി നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വിശ്രമിക്കാനിരുന്നു. വിതുരനും ആയിട്ട് ധാരാളം ചർച്ച നടത്തി. ധർമാധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം ചർച്ചയുണ്ടായി. എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ദുർമോഹികൾ, ധർമ്മത്തെ മാനിക്കാത്തവർ, ഇവരോട് ഭഗവാൻ വെറുതെ സന്ധി സംഭാഷണം നടത്തുന്നതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായി വിതുരൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിതുര, അങ്ങനെയല്ല, ഈ കൗരവരെ മുഴുവൻ നശിപ്പിക്കാൻ എനിക്ക് ഒരു നിമിഷം മതിയെന്ന് തനിക്കറിയാലോ. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതല്ല ധർമ്മം. ധാർമ്മികമായിട്ട് ഒരു സംഭാഷണം നടത്തി നോക്കാം. ഈ മഹാഭാരത യുദ്ധം തടയാൻ കൃഷ്ണൻ ഒന്നും ചെയ്തില്ല എന്ന് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാടില്ല. ധർമ്മത്തിൻ്റെ വഴി അവരെ ഉപദേശിച്ചു കൊടുക്കാം. മനസ്സിലാവണമെങ്കിൽ ആവട്ടെ, അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ളതാണ് ഈ ദൗത്യം. അങ്ങനെ വർത്തമാനം പറഞ്ഞ് അർദ്ധരാത്രിയായി. നമുക്ക് ഇത്തിരി വിശ്രമിക്കാം, നാളെ കാലത്ത് സഭയിൽ സംസാരിക്കേണ്ടതല്ലേ എന്നും പറഞ്ഞ് കൃഷ്ണൻ ഉറങ്ങാൻ വേണ്ടി വിതുരൻ തയ്യാറാക്കി വെച്ച മഞ്ചത്തിൽ കയറി കിടന്നു. എല്ലാവരും ഭഗവാൻ ധർമ്മചിന്തകൾ മാത്രം ഉണർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.